തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് അനധികൃതമായി സ്ഥാപിച്ച നിരവധി പ്രചാരണ സാമഗ്രികൾ പിടിച്ചെടുത്ത് സ്ഥാനാർത്ഥികൾക്ക് പിഴ ചുമത്തി. പൊതുസ്ഥലങ്ങളിൽ അനധികൃതമായോ നിയമപരമല്ലാതെയോ സ്ഥാപിച്ചിട്ടുള്ള ബാനറുകൾ, ചുവരെഴുത്തുകൾ, പോസ്റ്ററുകൾ, ബോർഡുകൾ എന്നിവയും ഹരിതചട്ടം പാലിക്കാത്ത പ്രചാരണ സാമഗ്രികളുമാണ് ആന്റി ഡിഫേസ്മെന്റ് സ്ക്വാഡ് നീക്കം ചെയ്തത്. മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ അംഗീകൃത QR കോഡും റീസൈക്കിൾ എംബ്ലവും പ്രിന്റ് ചെയ്ത സ്ഥാപനത്തിന്റെ വിലാസവും ഉൾപ്പെടുത്താത്ത തെരഞ്ഞെടുപ്പ് പ്രചാരണ ബോർഡുകളും പിടിച്ചെടുത്ത് പിഴ ചുമത്തുന്നുണ്ട്. QR കോഡ് പ്രിന്റ് ചെയ്യാത്ത ബോർഡുകളിൽ പിന്നീട് QR കോഡ് പ്രിന്റ് ചെയ്ത് ഒട്ടിച്ചു ചേർക്കുന്ന കണ്ടെത്തിയിട്ടുണ്ടെന്നും ഇത് നിയമപരമല്ലെന്നും അധികൃതർ അറിയിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈരാറ്റുപേട്ട നഗരസഭാ പരിധിയിൽ നടത്തിയ പരിശോധനയിൽ നിരവധി നിയമലംഘനങ്ങൾ കണ്ടെത്തുകയും പ്രചാരണ സാമഗ്രികൾ പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു. ഇത്തരത്തിൽ പല സ്ഥാനാർത്ഥികളുടെയും പേരിൽ 10,000 രൂപയുടെ പിഴയും രേഖപ്പെടുത്തി. പിടിച്ചെടുത്ത സാമഗ്രികൾ മുനിസിപ്പൽ ഓഫീസിന് സമീപമാണ് സൂക്ഷിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ രേഖപ്പെടുത്തുന്ന പിഴ പ്രചാരണ ചെലവിനൊപ്പം ചേർക്കുമെന്നത് സ്ഥാനാർത്ഥികൾക്ക് വലിയ തിരിച്ചടിയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളിൽ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശങ്ങൾ പാലിക്കപ്പെടുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നതിനാണ് ആന്റി ഡിഫേസ്മെന്റ് സ്ക്വാഡ് രൂപീകരിച്ചിട്ടുള്ളത്. ജില്ലാ, താലൂക്ക് തലങ്ങളിലായാണ് സ്ക്വാഡ് പ്രവർത്തിക്കുന്നത്. ജില്ലാ തലത്തിൽ അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റും താലൂക്ക് തലത്തിൽ അതത് തഹസിൽദാർമാരുമാണ് നേതൃത്വം നൽകുന്നത്.